പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ്. ചൊവ്വ 2025 സെപ്റ്റംബർ 13 അതായത് 1201 ചിങ്ങമാസം 28 തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ സുഖക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി. ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ. ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും. അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനുള്ളൊരു വാസനയുണ്ടാകും. അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന്. പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള ദിഗ്രഹയോഗം വലിയ അപകടമാണ്. ഗോപോ മല്ലോദക്ഷ പരയുവതിരഥ ദ്യൂതഗത്സാസുരേഢ്യേ. അസുരേഢ്യനോടുകൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും. പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾക്ക്. മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ്. അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാകും. പരയുവതിരഥ അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും. ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീ കാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക, സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക, അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക. ചൊവ്വ സാഹസികനാണ്, എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ കാമുകിക്ക് വേണ്ടി. ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും, ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും. ദ്യൂതകൃത് അയാൾ ദ്യൂതത്തിൽ താല്പര്യം കാണിക്കും. ദ്യൂതം എന്നാൽ പഴയകാലത്ത് എന്താണ്? പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂതം. അപ്രകാരം മറ്റൊരു വിഷയം എന്താണ്? നമുക്ക് ചീട്ടുകളി മുതലായ ഗാംബ്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടമായി എടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട്. അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദിഗ്രഹയോഗം കാണുന്നുണ്ട്. ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് 45 ദിനങ്ങളാണ്. 2025 സെപ്റ്റംബർ 13 മുതൽ ഒക്ടോബർ 27 വരെയുള്ള 45 ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത്. പിന്നെ ചൊവ്വ എവിടെ എത്തി? വൃശ്ചികത്തിലെത്തി, ധനുവിലെത്തി, മകരത്തിലെത്തി. ചൊവ്വ ബലവാനാവുകയാണ്. ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. കന്നിരാശിയിലും നല്ല ഗുണമല്ല. പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ്. കന്നി ഫെമിനൈൻ സ്ത്രീ രാശിയാണ്. അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളാണ്. പക്ഷെ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ, ഷൺമുഖനെ, വേലായുധനെ തന്നെ ചിന്തിക്കണം. ഓം ഭജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം. ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ്. ചൊവ്വ നല്ലൊരു ടീച്ചറാണ്. പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ. അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വക്ക് ധാരാളം കഴിവുകളുണ്ട്. ഈ ഒരു ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ്, ഇതിലൊക്കെ ധാരാളം ഓട്ടം, ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രദാനം ചെയ്യും. ചൊവ്വ ഊർജമാണ്, സത്വമാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ 45 ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ഇവിടെ 2 ഭാവാധിപത്യമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ നൽകുന്നത്. ഒന്ന് 9-ാം ഭാവാധിപത്യം, തൻ്റെ ഭാഗ്യം, ധർമ്മ, തപസ്, ദയ, പുണ്യം, ഉപാസന, ഇതൊക്കെയാണ് 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. പിന്നെ മറ്റൊരു ഭാവം 4-ാം ഭാവം, തൻ്റെ അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, തൻ്റെ ഭൂമി, വീട്, ഇതൊക്കെ ചിന്തിക്കണം. ഏതായാലും 3-ലെ ചൊവ്വ പല കാര്യങ്ങൾക്കും പരാക്രമം നടത്തി കാര്യങ്ങൾ നേടാം.
ഇവിടെ ഭൂമി വിഷയം ചിന്തിക്കേണ്ടുന്നവർക്ക് ബ്രോക്കർമാർക്കൊക്കെ തന്നെ അനുകൂലമായി കാശുണ്ടാക്കാൻ നല്ല സമയമാണ്. പലപ്പോഴും നടക്കാത്ത കച്ചവടമൊക്കെ ബ്രോക്കർമാർ മധ്യസ്ഥത വഹിച്ച് അതിനിടയിൽ നിന്ന് നടത്തി കൊടുക്കുവാനുള്ള ഒരു ധൈര്യം ചികൻ രാശിക്കാർക്ക് കഴിയും. അപ്രകാരം തന്നെ തൻ്റെ കർമ്മമേഖലയിൽ ധാരാളം നൂതന പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ കഴിയും. സാഹസികത, ധൈര്യം ഇതൊക്കെ ചൊവ്വയുടെ സ്വഭാവമാണ്. അതിനാൽ പല കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു അസാധ്യമായ കരുത്ത് ഈ ചൊവ്വ നമുക്ക് ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. മതിവിക്രമവൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. പക്ഷേ ചൊവ്വ സാഹസികവനാണ്, എടുത്തു ചാടരുത് എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ 45 ദിവസം ചൊവ്വയ്ക്ക് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുവാൻ കഴിയും. പൂർവികമായ സ്വത്ത് ലഭിക്കാം. സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല. 3-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് സഹോദരകാരകനായ ചൊവ്വയാണ്. അത് സഹോദര സ്ഥാനത്ത് 3-ാം ഭാവത്തിൽ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് മൂത്തതായാലും ഇളയതായാലും 3-ലെ ചൊവ്വ ബുദ്ധിമുട്ടുകൾ വരുത്തും. സാഹസികത വ്യക്തികൾ ചിങ്ങൻ രാശിക്കാർ ചെയ്യാൻ പാടില്ല. മരത്തിൽ കയറാനോ അല്ലെങ്കിൽ വാഹനത്തിലൂടെ അഭ്യാസം കളിക്കുമ്പോൾ കൈകൾക്ക് പരിക്ക് വരിക, മുറിവ് വരിക, ഫ്രാക്ചർ വരിക, അതിനും അപ്പുറം വാഹനത്തിൽ നിന്ന് പെട്ടെന്ന് വീഴുക, കൈകൾക്ക് പരിക്ക് വരിക, എക്സ്പ്ലോസീവായ വസ്തുക്കൾ കൈകൊണ്ട് തൊടുമ്പോൾ പെട്ടെന്ന് പൊള്ളുക, പൊട്ടിത്തെറിക്കുക, ഇതൊക്കെ ചൊവ്വ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ചൊവ്വ അപകടമുണ്ടാക്കും. ചൊവ്വ ക്രൂരദൃക്കാണ്. അതിനാൽ വാഹനാപകടങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചമത്കാര ചിന്താമണിയിൽ 3-ലെ ചൊവ്വക്ക് നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മിഹി തൃതീയ നജത് മംഗലോ ദാനവാന. ഒരു വ്യക്തിക്ക് അങ്ങേയറ്റം തന്നെ കൈകളുടെ കരുത്ത്, കൈകളുടെ വീര്യം, കൈകൾ കൊണ്ട് സമ്പത്ത് ഇതൊക്കെ ലഭിക്കും, തരും 3-ലെ ചൊവ്വ. സഹോദ്ധവ്യത വർണ്ണ്യതേ കേന ദേശ. തൻ്റെ സഹോദരങ്ങൾക്കുണ്ടാവുന്ന ദുഃഖം അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതിനാൽ സഹോദരങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ വരുന്ന സമയമാണ്, ശ്രദ്ധിക്കണം. അവരുടെ പേരിൽ വഴിപാടുകൾ ചെയ്യുക. തപശ്ചര്യ ചോപഹാസ കഥം സ്യാത്. ഈ സമയത്ത് ഉപാസന, പ്രാർത്ഥന അല്ലെങ്കിൽ തീർത്ഥയാത്ര അല്ലെങ്കിൽ വ്രതമൊക്കെ എടുത്ത് പല സ്ഥലത്ത് പോകാനൊക്കെ തീരുമാനിക്കും. പക്ഷെ മറ്റുള്ളവർ പരിഹരിക്കുന്നൊരവസ്ഥ വരും. അതിനാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആത്മീയമായ യാത്രകൾക്കൊക്കെ നിൽക്കുക, തയ്യാറാവുക. അല്ലെങ്കിൽ അതിലൂടെ പരിഹസിക്കപ്പെടും എന്ന് മനസ്സിലാക്കുക. ഇവിടെയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും വരാതിരിക്കട്ടെ. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ 45 ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.